കളമശ്ശേരിയിലുള്ള കിൻഫ്ര എല്ലാവർക്കും അറിയാം. പുതിയ ലോജിസ്റ്റിക്സ് പാർക്ക് വരുന്നത് അവിടെയാണ്. മെഡിക്കൽ കോളേജും ക്യാൻസർ സെന്ററും അവിടെയാണ് ഓൾറെഡി വന്നിരിക്കുന്നത്. പുതിയ ജുഡീഷ്യറി ഹൈക്കോടതി വരുന്നതും കളമശ്ശേരിയിലേക്കാണ്. സോ എല്ലാം കളമശ്ശേരിയിലേക്കാണ് വരുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് വെറും 4 കിലോമീറ്റർ ദൂരം. മെട്രോ സ്റ്റേഷൻ നോക്കുവാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിലും ആലുവ ഭാഗത്താണ്. 5.4 4 കിലോമീറ്ററും ഒക്കെ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊരു വീട് നമുക്കൊന്ന് കണ്ടാലോ? ഈ പറഞ്ഞ സ്ഥലങ്ങളുടെയൊക്കെ അടുത്ത് അങ്ങനെ ഒരു വീടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. തീർച്ചയായിട്ടും സത്യം തന്നെയാണ്. ഈ കാണുന്ന വീട് അങ്ങനെ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കളമശ്ശേരിയിൽ ഞാൻ ഈ പറഞ്ഞ സൗകര്യങ്ങളിലേക്കൊക്കെ നമുക്ക് 4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. മെട്രോ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ആലുവയിലേക്കൊക്കെ 4-5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 14 കിലോമീറ്റർ. കളമശ്ശേരി കുസാറ്റിലേക്ക് 6.5. ഇനിയിപ്പോ നിങ്ങൾക്ക് കാക്കനാട് ഇൻഫോ പാർക്ക് നോക്കണമെങ്കിലോ വെറും 12 കിലോമീറ്റർ. ഇടപ്പള്ളി ഭാഗത്തേക്കാണെങ്കിൽ 11 കിലോമീറ്റർ ഡിസ്റ്റൻസുമാണ് വരുന്നത്. നല്ല ഒരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് വരുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലാൻഡ് അളവും കിട്ടുന്നുണ്ട്. 5.1 ആണ് ലാൻഡ് അളവ്. 2424 സ്ക്വയർ ഫീറ്റിൽ ബത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ കൂടാതെ മറ്റു സൗകര്യങ്ങളും കൂടി കിട്ടുന്നുണ്ട്. ഇതുപോലെ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ വീട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് നമുക്ക് ഏകദേശം 6ഓളം വില്ലകൾ വരുന്നുണ്ട്. അതിനകത്ത് എല്ലാം തന്നെ വീടുകൾ ഫാസ്റ്റ് ആയിട്ട് സെയിൽ ആയ ഒരു പ്രൊജക്ട് കൂടിയാണ്. ബാക്കിയുള്ള കുറച്ച് വീടുകളുടെ പണികൾ നടന്നു വരുന്നുണ്ട്. ഈ കാണുന്ന വീടിന് ഫൈനൽ ഫിനിഷിംഗ് ടച്ചുകൾ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഭംഗിയുള്ള ഡിസൈനിലും മതിലുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളധികം ഒന്നും കാണാത്ത ഡിസൈനാണ് മതിലിന് വരുന്നത്. സ്റ്റോൺസിന്റെ ആ ഒരു പീസുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഡിസൈനാണ്. കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിലും പ്രത്യേക ഒരു ഡിസൈനിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അധികം നമ്മൾ കാണാത്ത ഒരു മോഡലാണ് ഗേറ്റിന് വരുന്നത്. നമുക്ക് 2 സൈഡിലേക്കും ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് വരുന്നത്. വീടിന്റെ എലിവേഷൻ ഞാൻ എടുത്തു പറയുന്നില്ല. വളരെ ഭംഗിയായിട്ട് ചെയ്ത് നല്ല കളർ കോമ്പിനേഷൻസിലുള്ള പെയിന്റിംഗ് ഒക്കെ കൊടുത്ത് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഗ്ലാസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. പാനലിംഗ് വർക്കുകൾ എല്ലാം ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ കാണുന്ന വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് കടന്ന കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വലിയൊരു മുറ്റമാണ്. സ്റ്റോൺസ് ആണ് പാകിയിരിക്കുന്നത്. ഗ്രാസിന്റെ വർക്കുകൾ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. നേരെ നിങ്ങൾ വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. റൂഫ് ഒക്കെ നോക്കിയാൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഒന്നാമത്തെ കാർ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാം. EV വെഹിക്കിൾസ് ആണെങ്കിൽ ചാർജിംഗ് പോയിന്റ് അവിടെ വരുന്നുണ്ട്. 2ഉം 3ഉം കാറുകൾക്ക് ഈ ഒരു ഭാഗത്തും സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാം. സോ നിങ്ങളുടെ 3 കാറുകൾ ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കാർ പോർച്ചിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ആയിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമുക്ക് വലിയൊരു പ്ലാന്റ് ബോക്സും അവിടെ കിട്ടുന്നുണ്ട്. പ്ലാന്റ് ബോക്സ് കഴിഞ്ഞാൽ വരുന്ന ഏരിയ ചെറിയൊരു പാഷ് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഭംഗിയായിട്ട് സ്റ്റോൺസ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് കിച്ചന്റെ ആ ഒരു പോർഷൻ ആണ്. വർക്ക് ഏരിയക്കുള്ള ഫ്ലോർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ആ ഒരു കേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ വരുമ്പോൾ കാണാം ഫ്ലോറിൽ ഇത്രയൊരു പോർഷനിൽ മൊറോക്കൻ ടൈലൊക്കെ ചെയ്തിട്ട് ഇവിടെ നല്ലൊരു പാറ്റിയോ ഏരിയ നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലാഡിംഗ് ടൈലുകളൊക്കെ നല്ല ഭംഗിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാട്ടർ ഫോൾ ചെയ്യാനുള്ള സിസ്റ്റം കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഈ ഒരു വഴി നോക്കിയാലും കാണാം ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു കോർണർ പോർഷനിലായിട്ട് നിങ്ങൾക്ക് കിച്ചൺ വേസ്റ്റ് ഒക്കെ വന്നാൽ അത് ഡംപ് ചെയ്യാനായിട്ട് നല്ലൊരു അറേഞ്ച്മെന്റ് കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ നമ്മൾ വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ്. ഇവിടെ നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ് കിട്ടുന്നത്. 2ഉം 3ഉം കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് നല്ലൊരു പ്ലാന്റ് ബോക്സ് കിട്ടുന്നുണ്ട്. ഇനിയും ചെടിച്ചട്ടികളൊക്കെ നടണമെങ്കിൽ നല്ല സ്പേസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് കാണുന്ന ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഗ്ലാസിന്റെ വർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ ആണ്. ഇവിടെയും ഭംഗിയായിട്ട് ചെറിയ ചെടിച്ചട്ടികളൊക്കെ വെക്കാൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു നീളമുള്ള സിറ്റ് ഔട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് നമുക്കത് ഭംഗിയുള്ളൊരു ടൈലും ആണ് അവിടെ ഗ്രാനൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 4 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. മെയിൻ ഡോറ് ഈ ഒരു ഡിസൈൻ ഒറ്റപ്പാളിയിൽ കിഴക്കോട്ട് ദർശനമാണ്. ഈസ്റ്റ് ഫേസിംഗ് ആണ് മെയിൻ ഡോറിന് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. 11.5 അടി നീളവും 11 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള റൂഫ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റുകളും ചെറിയ LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള വലിയ ഒരു വിൻഡോ വരുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫിക്സഡ് ആണ്. മിഡിൽ പോർഷനിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നീളവും വീതിയും ഒക്കെ ഉള്ള ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഭംഗിയുള്ള കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ക്ലോസ്ഡ് കബോർഡുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്.
10.5 അടി നീളവും 10 അടി വീതിയുമുള്ള നല്ലൊരു ഡൈനിങ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. അവിടെയായിട്ട് നമുക്ക് 2 വിൻഡോസും കിട്ടുന്നുണ്ട്. സ്റ്റെപ്പുകളിലൊക്കെ ആ ഒരു വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം തന്നെ ആദ്യം കണ്ടിട്ട് വരാം. അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു പാറ്റിയോ ഏരിയയ്ക്ക് ഇറങ്ങാനുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെയുള്ള ഈ ഒരു ഭാഗം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വൈബോട് കൂടിയിട്ടാണ് വാഷ് ബേസിൽ ഇരിക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജഗ്വാറിന്റെ നല്ലൊരു കളർ കോമ്പിനേഷൻ ഉള്ള വാഷ് ബേസിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. താഴെയൊക്കെ ആയിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് സ്റ്റെപ്പിന്റെ താഴത്തെ ഈ ഒരു ഭാഗത്ത് എക്സ്ട്രാ കബോർഡുകളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻവെർട്ടേഴ്സ് വെക്കാനൊക്കെ ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് 10.5 അടി നീളവും 10 അടി വീതിയുമുള്ള നല്ലൊരു ഡൈനിങ് സ്പേസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പാറ്റിയോ ഏരിയ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ട ഏരിയ ആണ്. അവിടേക്ക് ഇറങ്ങാനായിട്ട് സ്ലൈഡിംഗ് മെത്തേഡിലാണ് ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ഈ കാണുന്ന 2 ബെഡ്റൂമുകളാണ്. ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. എൻട്രൻസിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 13-10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ നല്ലൊരു കളറിൽ ഈ ഭാഗത്താണ് വരുന്നത്. സ്ലൈഡ് ചെയ്യാവുന്ന മെത്തേഡിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ കാണാം സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് വർക്കുകൾ ഫിനിഷ് ആവുന്നതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം ഇവിടെ വരാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വാഷ് ബേസിനുള്ള ആ ഒരു അറേഞ്ച്മെന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 13.5 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ബെഡ്റൂം സൈസ്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ വിൻഡോസ് കാണാം. അതിനെ കവർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം വലിയൊരു വാർഡ്രോബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബേ വിൻഡോ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ കുഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 2 വിൻഡോസും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിളിനായിട്ട് അഡീഷണൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ഡിസൈനിലാണ് മിറർ കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിളൊക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. ഇതേപോലെ എൻട്രൻസ് ആണ് കിച്ചണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം. നമുക്ക് കൗണ്ടർ ടോപ്പ് ഇതുപോലെ നല്ലൊരു ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ നോക്കുവാണെങ്കിൽ ഗ്ലാസ് ഷെൽഫുകളാണ് കൊടുത്തിരിക്കുന്നത്. ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ കാണുന്ന ബ്ലാക്ക് കളർ ഉള്ളതും നിറയെ ക്രോക്കറി ഐറ്റംസ് സൂക്ഷിക്കാനുള്ള വലിയൊരു ഷെൽഫ് തന്നെയാണ്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് അതുപോലെ തന്നെയുള്ള അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഫ്രിഡ്ജിനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചന്റെ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ഓർഡറിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അധികം കാണാത്തതാണ് ഗ്ലാസ് ഷെൽഫുകൾ. അതിനകത്ത് നല്ല ക്രോക്കറി ഐറ്റംസ് നമ്മുടെ പാത്രങ്ങളിൽ പ്ലേറ്റ്സ് ഒക്കെ എടുത്തു വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നല്ല ഡിസൈൻ ഉള്ള ടൈലാണ്. 3 വിൻഡോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരാനുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കൗണ്ടർ ടോപ്പ് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്. താഴെയും മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നിറയെ കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഭംഗിയുള്ള സ്ലൈഡിംഗ് ബാസ്ക്കറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് വർക്ക് ഏരിയക്കുള്ള സ്പേസ് ആണ്. ഫ്ലോർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടൊരു പ്രൊജക്ഷൻ വന്നിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലാൻഡിംഗിൽ വരുന്ന സമയത്ത് ഇവിടുന്ന് മുകളിലേക്ക് പോയാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു റൂം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റീഡിംഗ് റൂം ആയിട്ടോ കുട്ടികളുടെ ഒരു ചെറിയ സ്പേസ് ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല രീതിയിൽ ഈ ഒരു ഏരിയ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പുകളുടെ അതേ ഡിസൈൻ തന്നെ വുഡൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഷെൽഫും ഡ്രോസും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന മെത്തേഡിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെ സ്റ്റെപ്പ് കയറി വരുന്നതിന്റെ സ്ട്രൈറ്റ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ സ്ലൈഡിംഗ് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ ബേ വിൻഡോ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി കുഷൻ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലും നമ്മൾ സ്റ്റെയർ കേസ് കയറി വരുന്ന ഓപ്പൺ സ്പേസുകൾ എല്ലായിടത്തും തന്നെ രാത്രിയൊക്കെ നമുക്ക് സേഫ് ആയിട്ട് നടക്കാം. നിറയെ ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെയായിട്ട് അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. വളരെ വലിയൊരു ഹാള് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് ആ ഭാഗത്ത് വരുന്നുണ്ട്.
ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഹാളിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി ഇവിടെ നിന്ന് വന്നാൽ അവിടെ അപ്പർ ലിവിംഗ് സ്പേസ്, ഈ ഒരു ഭാഗത്തേക്കുള്ള സ്പേസ് വന്നിട്ട് ബാൽക്കണിയിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ്. ഈ ഒരു പാസേജും നല്ല രീതിയിൽ നമുക്ക് ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ കൊടുത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇരിക്കുന്ന കുഷ്യന്റെ താഴെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നിറയെ സ്റ്റോറേജുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. ഭംഗിയായിട്ട് ചെറിയൊരു ക്യൂട്ട് ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ റോഡിലേക്ക് കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മളുടെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ്. ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി അടുത്ത് വിസിബിൾ ആണ്. ടി വി വെക്കാനുള്ള സ്പേസ് നിങ്ങൾ കണ്ടിരുന്നു. അതിനടുത്തായിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മളുടെ യൂട്ടിലിറ്റി റൂം കിട്ടുന്നത്. ഒരു റൂം ആയിട്ട് തന്നെ കംപ്ലീറ്റ് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു റൂമിന്റെ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ സേഫ് ആയിട്ടാണ് വിൻഡോസ് വരുന്നുണ്ട്, ഡോർ വരുന്നുണ്ട്. റൂഫിലൊക്കെ നല്ല ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്നാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. അത് നല്ല സേഫ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് സ്റ്റെപ്പുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സേഫ് ആയിട്ട് ഹാൻഡ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മുകളിലത്തെ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഈ ഒരു ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം നല്ല വലുപ്പം കൊടുത്തിട്ടാണ്. ഫുഡ് ലാമ്പ്സ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത്. ഫുൾ കവർ ചെയ്യാവുന്ന വലിയൊരു മിറർ വരുന്നുണ്ട്. അതിനടുത്തായിട്ട് സ്ലൈഡിംഗ് മെത്തേഡിലാണ് നമുക്ക് വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത്. റൂഫിലും നല്ലൊരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വരാൻ പോകുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്കൊരു ബാൽക്കണി ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ബാൽക്കണി ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് വ്യൂ തന്നെയാണ് വരുന്നത്. ഇവിടെയും സേഫ് ആയിട്ട് ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും പാനലിംഗ് ഒക്കെ ചെയ്ത് ലൈറ്റ് ഫിറ്റിംഗ്സും കിട്ടുന്നുണ്ട്. ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ബെഡ്റൂം സൈസ് 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് നിങ്ങൾക്ക് വാർഡ്രോബ് കാണാം. ഇവിടെ നല്ല രീതിയിലാണ് വാർഡ്രോബുകൾ എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് 3 വിൻഡോസും ഇവിടെ ബേ വിൻഡോ ഫെസിലിറ്റിയിൽ കുഷൻ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ബാക്കിയുള്ള 2 വിൻഡോസ് വരുന്നുണ്ട്. റൂഫിലാണെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഷേപ്പിലാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിലും നല്ലൊരു കളറിലാണ് ടൈലുകൾ വരുന്നത്. ഫിറ്റിംഗ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളൂ. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ പരിചയപ്പെട്ടത് നല്ലൊരു വീടാണ്. എല്ലാ സൗകര്യങ്ങളുടെയും നടുക്കാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കൊരു സ്ഥലത്തിന്റെ ഡെവലപ്മെന്റ്സ് വരുമ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരു വീട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഭാവിയിലാണെങ്കിലും ഒരു റീസെയിൽ വാല്യൂ നോക്കുവാണെങ്കിലും ലാൻഡിന്റെ വാല്യൂ ഒക്കെ എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഡെവലപ്മെന്റ്സ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഏരിയയിലും സൗകര്യങ്ങൾ കൂടി വരും. അതുകൊണ്ട് നമ്മുടെ താമസവും ഈസി ആവും. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയില് നമ്മുടെ കിൻഫ്ര, ലോജിസ്റ്റിക്സ് പാർക്ക്, ഹൈക്കോർട്ട് വരുന്നത്, മെഡിക്കൽ കോളേജ്, ക്യാൻസർ സെന്റർ എല്ലാത്തിന്റെയും വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വെറും 4 കിലോമീറ്റർ ആണ്. ആലുവ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എല്ലാം തന്നെ 4-5 കിലോമീറ്റർ ചുറ്റളവുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എയർപോർട്ടിലേക്ക് വളരെ ഈസിയാണ്. 14, കുസാറ്റിലേക്ക് 6 കിലോമീറ്റർ. ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5.1 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2424 സ്ക്വയർ ഫീറ്റ്, 2424 സ്ക്വയർ ഫീറ്റിൽ 5.1 ആണ് ലാൻഡ്. 4 ബെഡ്റൂമുകൾ കൂടാതെ നമുക്കൊരു റീഡിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്, യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. നല്ലൊരു വർക്ക് ഏരിയക്കുള്ള വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റൂമുകൾ വളരെ സ്പേഷ്യസ് ആണ്. അപ്പർ ലിവിംഗ് സ്പേസ്, ഹാളൊക്കെ നോക്കുവാണെങ്കിൽ വളരെ വലുതാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ 3 കാറുകൾക്ക് വരെ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ പോരെ? വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ് 1,19,00,000 രൂപയാണ്. 1.19 CR എന്നുള്ള ഈ വീടിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ്. ലോൺ വേണമെങ്കിൽ അത് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും മാർബിൾ ഹോംസ് തന്നെ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ വിളിച്ചിട്ട് മാർബിൾ ഹോംസിൽ ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങളുടെ നമ്പറുകളിലേക്ക് ജസ്റ്റ് ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ പേര് അയച്ചിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൾ ഞങ്ങൾക്ക് മിസ്സാവില്ല. അത്ര വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഓരോ കോളുകളും. ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അപ്പൊ വീട് ഇഷ്ടമായെങ്കിൽ ഒട്ടും വൈകണ്ട, സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇങ്ങനെയുള്ള ഭംഗിയുള്ള വീടുകൾ ഇനിയും കാണണ്ടേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.